ഇപ്പോൾ ഈ അടുത്ത് ഒരു വിവാദം ഉണ്ടായി. അതായത് ഇപ്പോൾ ഈ നമ്മൾ ചാനലുകളുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ പറയുമ്പോൾ തന്നെ ഈ അടുത്ത് ഒരു ചർച്ചയ്ക്കിടയിൽ മോശ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വരെ പോവുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ പല ചാനലുകളും ഒന്ന് കുറച്ച് ആഘോഷമാക്കാന്നല്ല, അതിനെ പറ്റി ഒരു റിപ്പോർട്ടിംഗ് വരെ കാണുകയുണ്ടായി. അപ്പോൾ അതെന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പറ്റീഷന്റെ ഒരു ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ചർച്ചകളൊക്കെ വരുന്നതായിട്ട് അതെന്ത് തോന്നുന്നു? അത് എത്ര കൂടുതലുള്ള കേസാണ് എനിക്ക് എത്ര പറയാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കേസിലാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകരെതിരെ കേസെടുത്തായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു നവകേരള ബസ് ഒരു KSU പ്രവർത്തകർ ഷൂറിനുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തായിരുന്നു. അപ്പോൾ അതിൽ ആ മാധ്യമപ്രവർത്തകർക്കെതിരെ വളരെ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയും അതിന് ഹേതുവായ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് നമ്മുടെ ഫേസ്ബുക്കിൽ പരസ്യമായി എൻ്റെ സഹപ്രവർത്തകരുടെ നമ്പർ എടുത്തിടുകയും അതിനെ തുടർന്നുണ്ടായ ഒരു ചർച്ചാ ദിവസങ്ങളാണ് ആ സംഭവം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലായതാണ് നമ്മൾ ആ കേസിൻ്റെ മെറിറ്റിലോട്ട് പോകണ്ട. പക്ഷെ എന്നാൽ പോലും ഞാൻ 2 സഹോദരിമാരുടെ സഹോദരനാണ്. ഈ 2 സഹോദരിമാരുണ്ട്. എനിക്കുള്ളത് പെൺകുഞ്ഞാണ്. പെൺകുട്ടികളെ ആരെയും ഏതെങ്കിലും തരത്തിൽ ഇൻറ്റിമിഡേഷനോ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിനോ അതിക്രമത്തിനോ സൈബർ വേട്ടൊക്കെ ഇട്ട് കൊടുക്കരുത് എന്നുള്ള നിലപാടാണ്. പക്ഷേ എന്നാൽ പോലും എസ്പെഷ്യലി ഇര സൈഡിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊന്ന് വേദനിക്കും. അത് ഇനിയും അങ്ങനെ തന്നെ വേദനിക്കും. അതാണ് അതിനകത്ത് സ്റ്റാൻഡ്. പിന്നെ അത് വാർത്തയാക്കിയവരുണ്ട്. അതിനകത്ത് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ചില രാഷ്ട്രീയ സാധനമൊക്കെ ഉണ്ടാവും. ഈ ചാനൽ ചർച്ചകൾ എപ്പോഴും ഒരു ഹെൽത്തി ഡിബേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാറ്? കാരണം പലരും പറയും അത് ശരിക്കും ഒരു സംവാദമാണ്, പക്ഷെ അതിന് വരെ ഇന്നൊരു തർക്കത്തിൻ്റെ ലെവലിലേക്കാണ് പോവുക. അപ്പോൾ ആസ് എ ആങ്കർ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന നിലയിൽ എന്താ സ്വീകരിക്കാറ് പതിവ് ഒരു മോഡറേറ്റ് രീതിയിൽ കൊണ്ടുപോകാൻ? ഇങ്ങനെ ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബഹളമാവും. അത് ആ വിഷയത്തിൻ്റെ ഒരു ചൂട് പോലിരിക്കും സാധനം. ചില വിഷയങ്ങളിൽ എന്നാൽ സമാധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഈ അടുത്ത കാലത്ത് നമ്മുടെ സിനിമ ഈ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ വയലൻസിനെ സിനിമ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു ചർച്ച. എനിക്ക് 6 ഗസ്റ്റുകളുണ്ടായിരുന്നു. 6 ഗസ്റ്റുണ്ടായിട്ടും എല്ലാവർക്കും സംസാരിക്കാൻ മതിയായ സമയം കിട്ടുകയും വളരെ ശാന്തവും സമാധാനവും പോയി ചർച്ച ചെയ്ത് അങ്ങനെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ ചില ഹൈലി പൊളിറ്റിക്കലി ചാർജറായ ചർച്ചകളാകുമ്പോഴത്തേക്കും നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, വന്നിരിക്കുന്ന ഗസ്റ്റുകളും കൂടെ വിചാരിക്കണമല്ലോ ഇത് സമാധാനമായി പോകണം. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെയാണല്ലോ. സമൂഹത്തിലുള്ള കശുശയും സമൂഹത്തിലുള്ള സമാധാനവും ആ പീസിലോട്ട് വന്ന് കയറും. സ്വാഭാവികമായിട്ട് അവിടെ ഇടയിലെല്ലാം ഒരസലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എനിക്കൊരു കുട്ടി ചെറിയൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ന്യൂസ് പേഴ്സണാലിറ്റീസിനെ അഡ്മയർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ബർക്കാദത്ത് ഈ നാഷണൽ ടെലിവിഷനിലേക്ക് പോകുന്നത് കഴിഞ്ഞിട്ടുണ്ട്. കേരള മീഡിയയിൽ ചേട്ടൻ അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആരാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഒരു റോൾ മോഡൽ ആരെയാക്കുന്നുണ്ടെന്നാണെങ്കിൽ റോൾ മോഡൽ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയ ഇൻസ്പയർഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി പണ്ട് തൊട്ടേ ഉള്ള ഒരാളെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയും പറയും. ഇവരുടെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്തവരാണ്. ഏഷ്യാനെറ്റിലായിക്കോട്ടെ മാതൃഭൂമിയിലായിക്കോട്ടെ ഇവരുടെ കൂടെ ഒക്കെ ഞാൻ അതൊക്കെയാണുള്ള പ്രധാനപ്പെട്ട ചാനലുകൾ. ഇവരോടൊക്കെ ഞാൻ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും ചേട്ടന്മാരെ പോലെയൊക്കെ ഉള്ളവരാണ്. എല്ലാവരും മിടുക്കന്മാരാണ്. ഇപ്പൊ ഇന്ന ഒരാളുടെ പേര് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരാൾ എനിക്കില്ല. ഡിപ്ലോമാറ്റിക് ആൻസർ ഡിപ്ലോമാറ്റിക് അല്ല, ട്രൂലി ഡിപ്ലോമാറ്റിക് ആൻസർ അല്ല, സത്യമാണത്. സത്യസന്ധമായ ഒരു പേര് പറഞ്ഞാൽ വേറെ ആൾ പിണങ്ങുന്നുള്ളതല്ല. അതേപോലെ ലൈവായിട്ട് നടന്നത് എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടോ? ഈ പണ്ട് ഞാനൊരു സംഭവം അവർക്ക് ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഞാൻ മറന്നുപോയത്, മലപ്പുറത്തെ മണ്ണൻകെട്ടയോ അത് ദേഷ്യത്തിൽ പറഞ്ഞു പോയത്. അത് പക്ഷെ നമ്മളെല്ലാവരും അതെടുത്ത് ഒത്തിരി ആഘോഷിച്ചു. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കായിരുന്നിട്ട് സോറി ഞാൻ പറയരുതായിരുന്നില്ല. അതാന്നല്ലേ അത് മണ്ണാങ്കട്ട എന്നുള്ള വാക്ക് സത്യം പറഞ്ഞാൽ അൺപാർലമെന്ററി വാക്കൊന്നും അല്ല, നാട്ടുഭാഷ പറയുന്നത്. അപ്പം എന്നാൽ പോലും ആ ചർച്ച ഇതുപോലൊരു ചാർജിൽ ചർച്ചയാണ്. ചാർജിൽ ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തെ പറ്റി വളരെ മോശമായിട്ട് ഒരാൾ പറയും, വേറൊരാൾ വന്നിരുന്ന് ആ പറഞ്ഞ മോശത്തിന് അപ്പുറം മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ പുള്ളി അതിനെ ചെറുക്കാൻ ഒരു വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു നോർമലായിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാണ് സാധനം. അങ്ങനെ പറഞ്ഞുകൂടാ.
പിന്നെ ഞാൻ പെണ്ണക്കട വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ സെലിബ്രിറ്റി ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും സെലിബ്രിറ്റി ലെവലിലാകുമ്പോൾ തന്നെ ഫാമിലി ബേസിസിലാണെങ്കിൽ അല്ലാണ്ടാണെങ്കിൽ ഇതിലൊരു പ്രിവിലേജ് ഒക്കെ വന്നതുപോലെ തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ കുറച്ചും കൂടി അറിയപ്പെടുന്ന ഒരാളാണ്, സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങില്ലാതെ ഇല്ല, ഞാൻ നോർമൽ ആയിട്ടാണ് എന്നുള്ള അത്രേ രീതിയിൽ. ഉള്ളൂ. ഞാൻ പറഞ്ഞ ഞാനൊരു സെലിബ്രിറ്റി, നമ്മൾ വാർത്തയ്ക്കകത്ത് സെലിബ്രിറ്റി എന്നൊരു സാധനം യഥാർത്ഥത്തിൽ ഇല്ല. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ കാണുന്നത് ഒരു സിനിമാ താരത്തെ കാണുന്ന പോലെ അല്ല. ഞാൻ പറഞ്ഞ ഇഷ്ടം എന്ന് പറഞ്ഞില്ല, ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു എന്താണ്, ഒരു മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ഒന്നും ആൾക്കാർ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൂല. അവരെ ഒരു താരമാണല്ലോ. നമ്മളെ ആൾക്കാരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. എത്ര അനുഭവം ഉണ്ടോ? കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞത് അത് ഈ പറയുന്ന ഫാൻ സാനോ സ്റ്റാർ സാനോ ഒന്നും അല്ലെന്ന്, അതൊരു ഇഷ്ടമാണ്. നമ്മൾ അവരുടെ കൂടെ അവരുടെ പ്രതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ, അങ്ങനെയാണ് താനും. അതെ, അത് എനിക്കറിയാം. എന്നാലും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ സെലിബ്രിറ്റി ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇതേപോലെ ഇപ്പം ഫാമിലിയുടെ കാര്യമെല്ലാം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സൗഹൃദത്തിന്റെ കാര്യം കൂടി എന്ന് പറയേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നേ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ട, അപ്പം അതിൻ്റെ ഉള്ളിൽ പറയുണ്ടായി, അതായത് പണ്ടെല്ലാം പത്രപ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെയല്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കുറെ നാൾ മുന്നേ കണ്ടതായിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ എത്രത്തോളം സുഹൃത്തുക്കളുണ്ട് ചേട്ടന്? എന്ന് പറഞ്ഞാൽ അതാന്നില്ല. ഞാൻ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് 6 വർഷത്തോളം, മാതൃഭൂമിയിൽ 8 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, 24 3 വർഷമാവുന്നു, ജീവൻ ടി വിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ ഇല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാനൊരു ഭയങ്കര സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളല്ല. ബേസിക്കലി ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാണ്. അത് ശരിയുമാണ്. എന്നാൽ നമ്മൾ ഭയങ്കരമായ മത്സരത്തിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിയാണ് ഒരു അനാരോഗ്യകരമായ അത് വ്യക്തിതലത്തിലോട്ട് പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതും ഒക്കെ സംഭവങ്ങളുണ്ട്. സാറ് പറഞ്ഞ സത്യം, അതെനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്, അനുഭവങ്ങളുണ്ട് കേട്ടോ പല കാര്യങ്ങളിലും. ഒരു കോമ്പറ്റീഷൻ ഫാക്ടർ നിൽക്കുന്നത് കൊണ്ടാകാം അത്, അല്ലേ? അതേമാതിരി വേറെ എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടോ? പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കുന്നത്, ഇതല്ലാണ്ട് ഇത് ഞാനായിട്ട് എടുത്തിട്ടതാണ്, വേറെ എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടോ അങ്ങനെ ലൈവായിട്ട് നടന്നത്? ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ് ലൈവായിട്ടാണോ? ആഫ്റ്റർ ഓഫീസ് ടൈം ആയതുകൊണ്ടാണോ ചേട്ടന് ഒന്നും ഓർമ്മയില്ല? ചുമ്മാ ചോദിക്കുന്നത് കേട്ടോ. അതേമാതിരി ഈ നമ്മുടെ ഗോ ടു സ്ട്രെസ് റിലീഫ് എന്താണ്? ഇത്രയും ദിവസത്തെ പാക്ഡ് ഇത് കഴിഞ്ഞിട്ടൊരു ഗോ ടു സ്ട്രെസ് റിലീഫ് എന്തായിരിക്കും? വീട്ടിൽ പോവാ, കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാന്നുള്ളതാണ് സ്ട്രെസ് റിലീഫ്. മെയിൻ അതാണ്. ഓക്കെ, ഇനി ഒരു ജേർണലിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്നുള്ള ആഗ്രഹങ്ങൾ ജേർണലിസ്റ്റ് ആവുക അല്ലെങ്കിൽ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. പൈലറ്റ് ആവുക എന്നുള്ളത്. ഓക്കെ, അതിന്റെ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ ഇനി ജേർണലിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ വഴി തൊട്ടി ആ വഴി പൈലറ്റിന്റെ ഇതിലേക്ക് പോയാൽ. ഓക്കെ, ഇനി നിലവിലുള്ള ജോബിനെ ഒരൊറ്റ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഇനി ഒരു ആങ്കർ എന്ന രീതിയിൽ അങ്ങയെ പറ്റി അല്ലെങ്കിൽ പൊതുവെ ആ ഒരു ജോലിയെ പറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ആൾക്കാർ ചെയ്യുന്ന ഒന്നെന്താണ്? അത് ഒറ്റവാക്കിൽ പറയാനില്ല. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു വിഷയത്തിലെടുക്കുന്ന ഇഷ്യൂ ബേസ്ഡ് നിലപാടാണ്. ആ ഇഷ്യൂവിൻ്റെ നമ്മുടെ ഒരു നീതിപക്ഷത്തിന് വേണ്ടി അങ്ങേയറ്റം നിൽക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു വിഷയത്തിന് 2 പക്ഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതികഠിനമായി വിയോജിപ്പ് തോന്നും. അത് കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചില സമയത്ത് അത് CPM കാരാണെങ്കിൽ, ചില സമയത്ത് കോൺഗ്രസ്സുകാരാണ്, ചില സമയത്ത് അത് BJP കാരാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ബോധ്യം എന്താണ്? നമ്മൾ നിൽക്കുന്നത്, ഞാൻ പിന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ബോധ്യം തെറ്റായിരിക്കും, പക്ഷേ എന്നാൽ നമ്മുടെ ഒരു ബോധ്യത്തിൽ നമ്മൾ നിൽക്കുന്ന ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കുക, അല്ല നിഷ്പക്ഷമാവുക എന്നുള്ളതല്ല, ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കുക. ആ പക്ഷം സത്യത്തിൻ്റെ നീതിയുടെ പക്ഷമാവുക എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പക്ഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കുറേയധികം വിയോജിപ്പുകളുണ്ട്. അതെല്ലാ കാലത്തോടും ഇപ്പോഴും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെ, അപ്പോൾ അതിൻ്റെ പേരിൽ ഇവൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇവൻ കടുത്ത BJP വിരുദ്ധനാണ്, ഇവൻ കടുത്ത കോൺഗ്രസ് വിരുദ്ധനാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഈ കാലത്ത് കൂടുതൽ ഉണ്ടാകുമായിരിക്കും. അങ്ങനല്ല, നമ്മൾ വിരുദ്ധനല്ല, നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നതാണ്, അതിനുവേണ്ടി സംസാരിക്കുന്നതാണ്. അതത്രേ ഉള്ളൂ അതിനകത്ത്.